ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ജാനുവരി 3 അല്ലേ? എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നറിയാം? യെസ്, ഇറ്റ്സ് ഇൻ്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനെസ് ഡേ. അപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനൊരു ദിവസത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കാരണം ഫാദേഴ്സ് ഡേ ഉണ്ട്, നമുക്ക് മദേഴ്സ് ഡേ ഉണ്ട്, എന്താ വേൾഡ് പോപ്പുലേഷൻ ഡേ ഉണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ഡേ ഉണ്ട്, യോഗ ഡേ ഉണ്ട് അല്ലേ? അതിൻ്റെ കൂടെ ഇങ്ങനൊരു ഡേ കൂടി. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു ദിവസമുള്ളത് കൊണ്ട് നമ്മളായിക്കോട്ടെ, നമ്മുടെ കമ്മിങ് ജനറേഷൻ ആയിക്കോട്ടെ, അന്നത്തെ ദിവസമെങ്കിലും എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിക്കും അല്ലേ? യെസ്, ഇറ്റ്സ് ടൈം ടു റീകമ്മിറ്റ് ടു ലവിങ് ബോത്ത് അവർ ബോഡി ആൻഡ് മൈൻഡ്. നമ്മൾ ന്യൂ ഇയർ ആയിട്ട്, നമ്മൾ മെജോറിറ്റി ആളുകൾ ന്യൂ ഇയർ ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറുള്ളത് അല്ലേ? അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നു, കുറച്ച് കാലം അത് കറക്റ്റായിട്ട് ചെയ്യുന്നു, ചിലവർ കറക്റ്റായിട്ട് തന്നെ ലൈഫ് ലോങ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ ആസ് എ വെൽനസ് കോച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് പോവുക, ഡയറ്റ് കുറച്ചുകൂടി കറക്റ്റ് ആക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് പേരത് കറക്റ്റായിട്ട് ഓക്കെ റെസൊല്യൂഷനൊക്കെ എടുക്കുന്നു, ഒരു 1 വീക്ക് 2 വീക്കൊക്കെ ചെയ്യുന്നു, വീണ്ടും 2024 തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ജാനുവരി 3 നമുക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാം. ഈ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഇപ്പം നമ്മൾ കുറേ പേര് മനസ്സിനെ ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കും അല്ലേ? മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യും, എവിടേക്കാണോ പോകുന്നത്, ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാണാൻ തോന്നി നമ്മൾ അങ്ങോട്ട് യാത്ര പോവും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരീരത്തിന് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അതില്ല. അതുപോലെ കുറച്ച് പേര് ശരീരത്തിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ? ഞാൻ എൻ്റെ ബോഡിയെ നന്നായി ശ്രദ്ധിക്കുന്നതാണ്, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ കുറച്ചൊക്കെ ഡയറ്റ് ശ്രദ്ധിക്കും, കുറച്ച് എക്സസൈസ് അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് പേര്, അങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട്. അങ്ങനെയുള്ളവർ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സ്നേഹിച്ചിട്ട് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ, അതൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സുഖമായിരിക്കും അല്ലേ? അങ്ങനെ ഈ മനസ്സ് ശരീരം ഇവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രാറ്റജി വേണം, അതിനൊരു ഹെൽത്ത് കെയർ സ്ട്രാറ്റജി വേണം. അതാണ് മൈൻഡ് ബോഡി വെൽനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര മിറാക്കിളായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും വരിക. ഈവൻ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ്, പലരുടെയും മെഡിക്കൽ കണ്ടീഷൻസ് വരെ പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനൊക്കെ ക്യൂർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. എന്തിനാണ്? ഒരു നല്ലൊരു ഹെൽത്തി, പുതിയ ഓരോ ഹെൽത്തി ഹാബിറ്റ്സിലൊക്കെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആവട്ടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഈ വർഷം മുതൽ ഒരു നല്ല ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഏതെങ്കിലും യോഗ ക്ലാസ്സിലോ വെൽനസ് സെൻ്ററിലോ അങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ, നല്ല സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്യുക, നല്ല കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല ശീലങ്ങൾ നമുക്ക് ഈ വർഷം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒന്ന് നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു വെൽ ബീയിങ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് വെൽനസ് കോച്ചസ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ നല്ലൊരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ആയിട്ടുള്ള ഒരു പുതുവർഷം തന്നെ ആവട്ടെ ഇതെന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.